വളരെ ആദരണീയമായ ഒരു വ്യക്തി. അതുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിലെ ചതുര വടിവിൽ പ്രദീപ് സംസാരിക്കുന്നു. പ്രദീപിന് അതിൽ നിന്ന് മോചനമില്ല. മലയാളിക്ക് അത് ശീലമായി. പാർട്ടിസിപ്പൻസ് എങ്കിലും ചതുര വടിവിൽ സംസാരിക്കരുത് എന്ന് എഴുതി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ശരിയാണ്. പക്ഷെ നമ്മളിങ്ങനെ ആയിപ്പോയി അല്ലേ, നമ്മുടെ ഭാഷ അങ്ങനെ ആയിപ്പോയത് കൊണ്ട് നമുക്കതിൽ നിന്നൊരു മോചനമില്ല. കാരണം വാക്കുകളോട് വല്ലാത്തൊരു പ്രിയവും പ്രണയവും ആണ്. അല്ല, അത് പറഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് ആഡ് ഓൺ ചെയ്തൊരു കാര്യം പറയാം. നമ്മൾ ഈ മിമിക്രി ചില സമയത്ത് അത് പ്രതിഭേട്ടന് അറിയാവുന്ന കാര്യമാണ്. അഴീക്കോട് മാഷ് ഒരു ചന്തയിൽ പോയിട്ട് പിന്നെ കോഴിയെ വാങ്ങുന്നൊരു കഥ മിമിക്രിക്കാർക്കിടയിൽ പറഞ്ഞ് ഭയങ്കര പ്രചാരത്തിൽ. അല്ല, അത് ഞാൻ പെട്ടെന്ന് ഓർമ്മയില്ല. എന്നാലും ഭഗവതിയുടെ വടിയിലിരിക്കുന്ന ഈ കുക്കുടശ്രേഷ്ഠൻ ക്രയവിക്രയത്തിനാണോ അതോ പറത്തിവിടാനാണോ അരി വാങ്ങിച്ചതിനെ കുറിച്ചൊക്കെ അങ്ങനെയുണ്ട്. അഴീക്കോട് മാഷിൻ്റെ ശബ്ദം കുറച്ചുകൂടി നീളത്തിലൊന്ന് ഇമിറ്റേറ്റ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. ഒരു കുചേല ദിനത്തിലായിരുന്നു അന്ന് ആശുപത്രിയിൽ. അഴീക്കോട് മാഷ് ഭയങ്കര, ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുകയും ഒരുപാട് പ്രസംഗങ്ങൾ ഇങ്ങനെ കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തെ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു സറ്റയർ സ്വഭാവം നമ്മൾ ഈ പറയുന്നതിലും ചെയ്യുന്നതിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും വായിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഈയിടയ്ക്ക് വായിച്ചൊരു കേരളത്തിൻ്റെ മൈതാത്മകത എന്ന പുസ്തകത്തിൽ നിന്ന് ഒരു സാധനമാണ് അത്. അഴീക്കോട് മാഷ് ചിലപ്പോൾ പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്നുള്ള രീതിയിൽ ഈ കേരളം എന്ന ഈ സ്ഥലത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സംസ്ഥാന ഭക്ഷണം എന്താണെന്ന് ആളുകളോട് ചോദിച്ചാൽ ആളുകൾ പറയുക പൊറോട്ട എന്നാണ് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നത് പൊറോട്ടയേക്കാൾ കേരളത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഭക്ഷണം പുട്ടാണ്. കാരണം ഈ തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായിരുന്ന 3 കഷ്ണങ്ങളെ ചേർത്ത് ഐക്യ കേരളമാക്കിയത് കൊണ്ടാണ് ഇതിന് കേരളം എന്നൊരു പേര് വന്നത്. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയും 3 അക്ഷരമാണ്, EMS എന്നാണ് കേട്ടോ. കേരളം ഭരിച്ചിരുന്ന പല ആളുകളും LDFും UDFും 3 കഷ്ണമാണ്. മാത്രമല്ല CPMും BJPയും KSUവും എല്ലാം 3 കഷ്ണങ്ങളിലാണ് കേരളം ഇങ്ങനെ വ്യാപിക്കുന്നത് എന്ന് കാണാം. അതുകൊണ്ട് ഞാൻ ഈ പൊറോട്ടയെയും ബിരിയാണിയെയും കുഴിമന്തിയെയും എതിർക്കുകയും പുട്ടെന്ന നമ്മളുടെ ഭക്ഷണത്തെ സംസ്ഥാന ഭക്ഷണമായി അംഗീകരിക്കാൻ ചെയ്യണമെന്ന് ഇവിടുത്തെ ഭക്ഷ്യമന്ത്രിയോട് ശുപാർശ ചെയ്യുകയാണ് കേട്ടോ. പെർഫോമറാണ്. അല്ല, സ്റ്റേജിൽ ഇപ്പോൾ 23-24 വർഷത്തോളമായില്ലേ. അപ്പോൾ സ്റ്റേജിൽ സ്റ്റാൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മൾ 1 മണിക്കൂറൊക്കെയാണ് പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ പഴയ പോലെ എത്രയും ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മളിപ്പോൾ, അതായത് ഭയങ്കര ഇൻസ്റ്റൻറ്റ് തമാശകളാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ചെയ്യുന്നത്. അവർക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്. ഇപ്പോൾ പണ്ട് നമ്മളെപ്പോലെ അല്ലെങ്കിൽ മിമിക്രി പെർഫോമൻസ് നടത്തുന്ന ആളുകൾ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യുന്ന സമയത്താണ് ആളുകൾ കൂടുതൽ ഇത് കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മളെക്കാൾ കഴിവുള്ള, നമ്മളെക്കാൾ തമാശകൾ പറയാൻ കഴിവുള്ള, എഴുതാൻ കഴിവുള്ള ആളുകൾ നമ്മളെ മുമ്പിലുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വെറുതെ യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് കമൻറ്റുകളിലാണ് തമാശകൾ വരിക. ഇപ്പോൾ ഒരാളുടെ കമൻറ്റാണ്, അപ്പോൾ യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തല്ല. അപ്പോൾ ഒരാളുടെ കമൻറ്റ്, നോക്കിയും കണ്ടും വാങ്ങണം, ഇല്ലെങ്കിൽ ചിലർ പുതിയത് തന്ന് പറ്റിക്കും. അത് അത്രയും ഇൻ്റലക്ച്വലായിട്ട് ചിന്തിക്കുന്ന ഈ കൗണ്ടർ തമാശകൾ എഴുതുന്ന ആളുകൾ ഭയങ്കര കൂടുതലാണ്. ഇപ്പം ചെമ്മീൻ എന്ന സിനിമയ്ക്ക് ഈ കാലത്ത് എന്തായിരിക്കും പേര്, അങ്ങനെയൊക്കെയാണ് ഇൻസ്റ്റഗ്രാമിലെയൊക്കെ പല അങ്ങനെയാണ് കമൻറ്റ്സ് കൂടുതൽ വരിക. അപ്പോൾ അതിനകത്ത് പേരുകൾ കമൻറ്റ് വായിച്ചാൽ നമ്മൾ ശരി, കടൽ മച്ചാൻ, അങ്ങനെയൊക്കെയാണ് ചെമ്മീൻ്റെ പുതിയ പേര്. അങ്ങനെ കമൻറ്റുകളാണ്. അപ്പോൾ നമ്മൾ കമൻറ്റുകൾ വായിക്കുമ്പോൾ ആലോചിക്കും എത്രയോ. അല്ലാതെ ഈ കുട്ടികളാണ്, ഇപ്പോഴത്തെ കുട്ടികൾ വല്ലാത്ത ഹ്യൂമർ സെൻസാണ്. പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനെ, ഒരു +2 ഒക്കെ പഠിക്കുന്ന കുട്ടിയാണ്, ഒരു പ്രോഗ്രാമിന് പോയി തിരിച്ചു വന്നു. അവൻ വന്ന് കണ്ട് പരിചയപ്പെട്ട് പോകാൻ നിർത്തി. ഞാൻ ചോദിച്ചു, അനിയൻ്റെ പേരെന്താ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അനിയനില്ല എന്നാണ് പറഞ്ഞത്. അത് കുട്ടികൾ, ഞാനൊരു നിമിഷം പെട്ടെന്ന് ആലോചിച്ചു അവൻ എന്താ പറയാമെന്ന് എനിക്ക് മനസ്സിലായില്ല. വേറെ എന്തെങ്കിലും ഒരു ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യൂ? വെയിറ്റ് ചെയ്യൂ, എൻ്റെ മനസ്സിൽ തോന്നിയ ഉത്തരം പറയാൻ 2 ചോദ്യങ്ങൾ കൂടിയുണ്ട്. അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും കേൾക്കാം. എൻ്റെ നാട്ടുകാരൻ നമ്മുടെ പഴയ മുഖ്യമന്ത്രിയായിരുന്നു. നമ്മൾ സാധാരണ മലയാളം പറയുന്നത് പോലെ ഇംഗ്ലീഷ് പറയുന്ന ഒരു ആളാണ് പുള്ളി. ഇംഗ്ലീഷ് പറയുന്നതാണ് എനിക്ക് കേൾക്കാൻ ഇഷ്ടം. ഇന്ത്യ ഫേസിങ് പ്രോബ്ലംസ്. അപ്പോൾ നമ്മൾ എന്താ ഇന്ത്യ ഫേസിങ് പ്രോബ്ലംസ്, ഓൾ ഇന്ത്യൻസ് ആർ ഫേസിങ് ലോട്ട്സ് ഓഫ് പ്രോബ്ലംസ്. ഇൻ ഡൽഹി, സോണിയ ഗാന്ധി ആൻഡ് ഹെർ സൺസ് and her daughter facing problems. Not only but also in Kerala. There are lots of problems in the Congress party. But
ഐ ഹാവ് നോ പ്രോബ്ലം. എൻ്റെ മകൻ മറ്റൊരു പാർട്ടിയിലേക്ക് പോയപ്പോൾ കിരീടം സിനിമയിൽ മോഹൻലാലിനോട് തിലകം പറഞ്ഞതുപോലെ കറ്റ് താഴെയിട എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു പാർട്ടിന്ന് മാറില്ലേടാ. പക്ഷെ അവൻ പാർട്ടി മാറി ഡൽഹി പോയി. ഞാനിപ്പോൾ അവനോട് പറയുന്നത്, ഡൽഹിയിൽ പോയാൽ രക്ഷപ്പെടണമെങ്കിൽ ഹിന്ദി പഠിക്കണം. മേം വച്ചാൽ ഹൂ വയ്ക്കണം, തും വച്ചാൽ ഹോ വയ്ക്കണം, ആപ്പ് വച്ചാൽ തിരിച്ചു വെച്ചോളണം. അത് കേരളമാണെങ്കിലും ഡൽഹി ആണെങ്കിലും രാഷ്ട്രീയക്കാർ വയ്ക്കുന്ന ആപ്പ് തന്നെ. ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീ വി.എസ്. അച്യുതാനന്ദൻ്റെ ശബ്ദം താങ്കൾ ഇമിറ്റേറ്റ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഭയങ്കര, ഞാൻ ഒരിക്കലും ഒരു പ്രോഗ്രാം ചെയ്യുമ്പോഴേ അദ്ദേഹം ഉണ്ട്. അപ്പം ശരിക്കും നമ്മൾ ഗ്യാപ്പാണല്ലോ. അപ്പോൾ ചിലപ്പോൾ ആൾക്കാർ വരാൻ വേണ്ടി സമയമുള്ളപ്പോൾ നമ്മളിരുന്ന്, ഞാനിതിങ്ങനെ ഞാൻ സഖാവിനെ പെർഫോം ചെയ്യുമ്പോഴാണ് അദ്ദേഹം വന്നിരുന്നത്. അപ്പം ഇങ്ങനെ വെച്ചു. അപ്പം ഞാൻ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ എനിക്കിത് ചെയ്യണം, പകുതിയായിപ്പോയി. പക്ഷേ ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ അടുക്ക പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നിർത്തി, സഖാവ് വന്നു, നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു, സഖാവ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി, അയക്കോ നിന്നെപ്പോലെ കുറേ എണ്ണം ഉണ്ടല്ലോ എന്നെ ടി വിയിൽ വിറ്റ് ജീവിക്കുന്നവർ എന്ന് നമുക്ക് ലൈസൻസ് പോലെ ആയിരുന്നു. അപ്പം അങ്ങനെ ഇതിനെ ഭയങ്കര സരസമായി എടുക്കുകയും ഭയങ്കര രസകരമായിട്ട് പറയുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ഞാനീ പലപ്പോഴും പുള്ളി പറയുന്ന ഡയലോഗുകൾ പഠിച്ചു വെച്ച് പറയുകയല്ല ചെയ്യുക. ഞാനീ സ്റ്റേജിൽ ആ സമയത്ത് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ അശ്വമേധം കളിക്കുന്ന പോലെ ചെയ്യും. അശ്വമേധം കളിക്കുന്ന പോലെ ചെയ്യാനാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനൊരാളെ വിചാരിക്കാം, GS പ്രദീപ്, ജീവിക്കുന്ന സർവ്വവിജ്ഞാനകോശം, ആളെ കണ്ടുപിടിക്കൂ. അല്ല, ഇതിൻ്റെ ബാക്കി അച്യുതാനന്ദനായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. പറയാം. എൻ്റെ 20ാമത്തെ ചോദ്യം, ശ്രീ സുനീഷ് വാരനാട്, ഇക്കഴിഞ്ഞ നിമിഷങ്ങളിൽ താങ്കൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നോ അത് ഈ രാജ്യത്തിൽ ആരംഭിച്ച, അല്ലെങ്കിൽ അതിൻ്റെ ഈ രാജ്യത്തിലെ പ്രപിതാവ്, ദ ഫൗണ്ടർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളുടെ പേരാണോ താങ്കൾ മനസ്സിൽ വിചാരിച്ചത്? താങ്കൾ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. തീർച്ചയായും അതെ. ദ ഫാദർ ഓഫ് ഇന്ത്യൻ മിമിക്രി. ഹൈദരാബാദിലെ സാരഥി സ്റ്റുഡിയോസിൽ തെലുങ്ക് ചാനലിന് വേണ്ടി അശ്വമേധം ചെയ്യുമ്പോൾ ഒരു മത്സരാർത്ഥി ഇദ്ദേഹത്തിൻ്റെ പേര് വിചാരിക്കുകയും ഞാനൊന്ന് കണ്ടുപിടിച്ചു. അന്ന് 19 ചോദ്യങ്ങളൊക്കെ ആയപ്പോൾ മനസ്സിലെത്തി. പിന്നെ അവിടെ പെട്ടെന്ന് അവിടുത്തെ സാഹിത്യകാർ, ഗുർജാഡാപ്പാറാവ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് വിചാരിക്കുന്നത്, അവിടുത്തെ ആളുകളെയാണല്ലോ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വന്ന മത്സരാർത്ഥി വാറങ്കലിൽ നിന്നാണ് വന്നത്. അപ്പോൾ വാറങ്കലിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ നേരെ കൊണ്ടപ്പള്ളി സീതാരാമയ്യ മുതൽ ഗദ്ദാർ മുതൽ ഇങ്ങനെ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട ആളുകളെ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് എത്താൻ പറ്റി. 19 ചോദ്യം ഇത് കഴിഞ്ഞു. ആ ഷോയൊക്കെ അവിടെ കഴിഞ്ഞു. ആ ഷോയെല്ലാം അവിടെ കഴിഞ്ഞ് കേരളത്തിൽ 10 വർഷം പേര് അസുഖമൊക്കെ ഉണ്ട്, അതൊക്കെ മാറിക്കഴിഞ്ഞ് തിരികെ ജീവിതം നന്നായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം പത്രത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം മരിച്ചു. 2018-19 ആ കാലത്താണ്, 19ലാണ് തോന്നുന്നു, 18ലാണ് 2012 ആയിരിക്കും. എനിക്കത് ഞാനിത് വിചാരിക്കാനൊരു കാരണം കൂടിയുണ്ട്. പേര് പറഞ്ഞില്ലേ? പേര് പറയുന്നതിന് മുമ്പ്, അതായത് അതും കൂടെ ആ ഒരു കാരണം അറിഞ്ഞിട്ട് പ്രേക്ഷകർ കാണുമ്പോൾ രസമുണ്ടാവും. ഞാൻ ഈ സിദ്ദിഖ് സാറുമായിട്ട്, അദ്ദേഹമായിരുന്നു ഈ പൊറോട്ട നാടകത്തിൻ്റെ ഒരു സൂപ്പർവൈസർ. സാറുമായിട്ട് കഴിഞ്ഞ കുറേ വർഷത്തെ രാത്രി ഫോൺ ചെയ്ത് സംസാരിക്കും. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ, ഞാനത് ശിവമുരളി വിചാരിച്ചു. അപ്പം ഞാൻ സാറുമായിട്ട് ഞാൻ സാറിൻ്റെ ശബ്ദത്തിൽ സംസാരിക്കും. സാറേ ഞാനാണ് എന്ന് പറയും, സുനീഷ് എന്തുണ്ട് വിശേഷം. പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ കുറേ പുള്ളി ഫാസ്റ്റ് റീഡറാണ് പുള്ളി, നല്ലപോലെ സിനിമ കാണുന്ന ആളാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഈ പുസ്തകം, ഞാൻ സാറേ നമ്മുടെ ഒരു കലയെക്കുറിച്ച് ഒരു പുസ്തകം ശരിക്കും പറഞ്ഞാൽ ഇല്ല, ഒരു മലയാളത്തിൽ ഒരു സമഗ്രമായൊരു പുസ്തകമില്ല, ഞാൻ അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയാലെ കുറിച്ച് ആലോചിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സുനീഷെ കുറച്ച് ആൾക്കാരെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണ് ഈ പേര് എൻ്റെ അടുത്ത് സിദ്ദിഖ് സാറ് പറയുന്നത്. സാർ എന്നാൽ സിദ്ദിഖ് പറഞ്ഞു തരാൻ സാധ്യതയുള്ള വേറൊരാളുടെ പേര് ഞാൻ അങ്ങോട്ട് പറയാം, ശരിയാണോ എന്ന് പറയണം. അത് പലകുറൽ മന്നൻ ശിവഗംഗൈ സേതുരാശരെ കുറിച്ച് സിദ്ദിഖ് പറഞ്ഞു. സുനീഷ്, താങ്കൾ വിചാരിച്ചത് എന്തായാലും പലകുറൽ മന്നൻ ശിവഗംഗൈ സേതുരാശരയല്ല. ശിവഗംഗൈ സേതുരാശർക്ക് പലകുറൽ മന്നൻ എന്നുള്ള തലക്കെട്ട് കൊടുത്തത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അറിഞ്ഞർ അണ്ണാദുരൈയാണ്, CN അണ്ണാദുരൈയാണ്. 1000 തമിഴ്നാട്ടിലെ ആ കാലത്തെ 1000 രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദം ഒരു വേദിയിൽ അന്ന്
1000 പേരുടെ ശബ്ദം ഒരു വേദിയിൽ അവതരിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന CN അണ്ണാദുരൈ എഴുന്നേറ്റതെന്ന് പ്രഖ്യാപിച്ചതാണ് ശിവഗംഗൈ സേതുരാശരുടെ ഇനിയുള്ള പേര് പലകുറൽ മന്നൻ എന്നാണ്. തമിഴിലൊരു ചാനലിൽ ഞാനിത് അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞുള്ള ടൈമിൽ നടന്നിരുന്ന ഒരു കോമഡി പ്രോഗ്രാം അത് ഹാൻഡിൽ ചെയ്തിരുന്നത് ഈ ശിവഗംഗൈ സേതുരാശരുടെ മകനായ സേതു എന്ന കലാകാരൻ. സേതു മികച്ച ആർട്ടിസ്റ്റാണ്. പക്ഷേ ദ ഫാദർ ഓഫ് ഇന്ത്യൻ മിമിക്രി ആരെന്ന് ചോദിച്ചാൽ മിമിക്രി എന്നതിനേക്കാൾ കൂടുതൽ അതിനെന്താ പറയുക, വെന്റിലോക്കിസം എന്ന് പറയാം. അനുകരണകല എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ, അത് വേണുമാധവൻ്റെ പേരാണ്. ആണോ? വേണുമാധവനാണോ മനസ്സിൽ? വാറങ്കലിലെ വേണുമാധവ് ഇന്ത്യയിലെ അനുകരണ കലയുടെ പിതാവാണ്. 2018 മരിച്ചു. വേണുമാധവ് മരിച്ചപ്പോൾ എത്ര വയസ്സായി സാർ? 85 വയസ്സായി വേണുമാധവ് മരിച്ചപ്പോൾ. 85 വയസ്സ് പിന്നിട്ടു വേണുമാധവ് മരിച്ചപ്പോൾ. UN ആദ്യമായിട്ട് മിമിക്രി അവതരിപ്പിച്ച ആളാണ് പുള്ളി. ഐക്യരാഷ്ട്രസഭയിലെ ഓഫീസിൽ. ഏറെ ആഹ്ലാദകരമാണ്. ശിവമുരളി എന്നൊരു മത്സരാർത്ഥി വന്നിട്ട് ഫാദർ ആബേലിൻ്റെ പേര് വിചാരിക്കുമ്പോൾ, പ്രിയങ്കരനായ സുനീഷ് വാരനാട് വന്നിട്ട് വേണുമാധവിനെ മനസ്സിലോർക്കുമ്പോൾ, നോക്കൂ, ഒരു വൈജ്ഞാനിക യാത്രയുടെ അടയാളപ്പെടുത്തൽ ഒരു പേര് മനസ്സിൽ വിചാരിക്കുക, അത് കണ്ടെത്തുക അല്ലെങ്കിൽ കണ്ടെത്താതിരിക്കുക എന്നതല്ല. മറിച്ച് ഞാനിതാ 100 മീറ്റർ ഓടുവാൻ വേണ്ടി ആദ്യത്തെ മീറ്ററിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ സഞ്ചരിക്കുന്ന വഴികളെക്കുറിച്ച്, ആ വഴിയിൽ മുൻപേ കടന്നുപോയവരെക്കുറിച്ച് എനിക്ക് നിശ്ചയമുണ്ട്, ഉറപ്പുണ്ട് എന്ന പ്രഖ്യാപനം കൂടിയാണ്. നേരല്ല വേണുമാധവ്, ഇന്ത്യൻ ഇംപ്രഷനിസ്റ്റ്, വെൻട്രിലോക്വിസ്റ്റ്, ഇന്ത്യൻ മിമിക്രിയുടെ പിതാവെന്ന് കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിലെ മിമിക്രിയുടെ തുടക്കക്കാരനായും മാസ്റ്ററായും വാഴ്ത്തപ്പെടുന്നു. സെലിബ്രിറ്റികൾ, രാഷ്ട്രീയക്കാർ, സിനിമാ കലാകാരന്മാർ മുതലായവരെ അനുകരിച്ച് ജനപ്രീതി നേടി. ലോകത്തിലാദ്യമായി ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് മിമിക്രി അവതരിപ്പിച്ചു. മിമിക്രി കല എന്ന പേരിൽ തെലുങ്ക് ഭാഷയിൽ മിമിക്രിയെ ആധാരമാക്കി പുസ്തകം രചിച്ചിട്ടുണ്ട്. ഭാരത സർക്കാർ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുമുണ്ട്.